Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 11 ശനിയാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിൻ റോയൽ ഗാർഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ ഹിസ് ഹൈനസ് ബ്രിഗേഡിയർ ജനറൽ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമ്മദ് അൽ ഖലീഫയെ സുപ്രീം ഡിഫൻസ് കൗൺസിൽ അംഗമായി നിയമിച്ചു. ഹിസ് മജസ്റ്റി ഹമ്മദ് രാജാവ് പുറപ്പെടുവിപ്പിച്ച രാജകീയ ഉത്തരവിലൂടെയാണ് ഈ നിയമനം. ഷെയ്ഖ് ഖാലിദിന്റെ സൈനിക വൈദഗ്ധ്യവും നേതൃപാടവവും കണക്കിലെടുത്താണ് രാജ്യത്തെ ഉന്നത പ്രതിരോധ സമിതിയിലേക്കുള്ള ഈ നിയോഗം. നിയമനത്തിൽ ഷെയ്ഖ് ഖാലിദിനെ ഷൂറ കൗൺസിൽ ചെയർമാൻ അലി ബിൻ സാലിഹ് അൽ സാലിഹ് അഭിനന്ദിച്ചു. ബഹ്റിനിലെ അഭിഭാഷക വൃത്തിയിൽ സമഗ്രമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള പുതിയ കരട് നിയമം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുന്നു. ചരിത്രത്തിലാദ്യമായി പ്രത്യേക വൈദഗ്ധ്യം വേണ്ട വാണിജ്യ തർക്കങ്ങളിൽ പ്രാദേശിക അഭിഭാഷകർക്കൊപ്പം വാദിക്കാൻ വിദേശ അഭിഭാഷകർക്ക് അനുമതി നൽകുന്നതാണ് ഈ ഭേദഗതിയിലെ പ്രധാന നിർദ്ദേശം. അഭിഭാഷകർക്ക് എൻട്രി പരീക്ഷ, നിർബന്ധിത ഇൻഷുറൻസ്, വാർഷിക രജിസ്ട്രേഷൻ പുതുക്കൽ എന്നിവയും പുതിയ നിയമം ശുപാർശ ചെയ്യുന്നു. ക്രിമിനൽ ശരീഅത്ത് കേസുകളിൽ വിദേശികൾക്ക് അനുമതിയുണ്ടാകില്ല. ലൈസൻസ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കർശന ശിക്ഷയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. പാർലമെന്റ് സർവീസസ് കമ്മിറ്റി നിയമത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഗാർഹിക തൊഴിലാളികളുടെ പാസ്പോർട്ടോ മറ്റ് രേഖകളോ അവരുടെ സമ്മതമില്ലാതെ കൈവശം വയ്ക്കുന്നത് നിരോധിക്കാനുള്ള നിയമ ഭേദഗതി ബഹ്റിൻ പാർലമെന്റ് അടുത്ത ചൊവ്വാഴ്ച വോട്ടിനിടും. നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് 200 മുതൽ 500 ദിനാർ വരെ പിഴ ചുമത്താനാണ് ശുപാർശ. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയവും LMRAയും വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിലെ നിയമങ്ങൾ തന്നെ ഇതിന് പര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്റ് സർവീസസ് കമ്മിറ്റി ബില്ലിനെ എതിർത്തു. വീട്ടുജോലിക്കാർ എന്നതിനു പകരം ഗാർഹിക തൊഴിലാളികൾ എന്ന പദം ഉപയോഗിക്കാനും ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. കടബാധ്യതയുള്ളവർക്ക് ഏർപ്പെടുത്തുന്ന യാത്രാവിലക്ക് നിശ്ചിത പരിധിയില്ലാതെ എത്ര തവണ വേണമെങ്കിലും പുതുക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി ചൊവ്വാഴ്ച ബഹ്റിൻ പാർലമെന്റ് വോട്ടിനിടും. നിലവിലെ 3 മാസ കാലാവധി നിയമപരമായ കാരണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം തുടർച്ചയായി പുതുക്കാൻ ഇതിലൂടെ സാധിക്കും. യാത്രാവിലക്ക് നിലനിൽക്കുന്നത് വിദേശികളെ നാടുകടത്തുന്നതിന് തടസ്സമാകില്ലെന്നും ഭേദഗതി വ്യക്തമാക്കുന്നു. കടക്കാർ രാജ്യം വിട്ട് രക്ഷപ്പെടുന്നത് തടയാൻ നിയമം സഹായിക്കുമെന്ന് ബാർ സൊസൈറ്റി പറയുമ്പോൾ വ്യക്തിസ്വാതന്ത്ര്യവും നിയമപരമായ സന്തുലിതാവസ്ഥയും പാലിക്കണമെന്ന് സർക്കാരും മന്ത്രാലയവും ചൂണ്ടിക്കാട്ടി. പൊതുമരാമത്ത് മന്ത്രാലയത്തിന്റെ നിർമ്മാണ സൈറ്റിൽ നിന്ന് മണലും കല്ലും കടത്തി വിൽക്കാൻ ശ്രമിച്ച പ്രോജക്ട് എഞ്ചിനീയറുടെയും മാനേജറുടെയും ശിക്ഷ കസേഷൻ കോടതി ശരിവച്ചു. 3 മാസം തടവും തുടർന്ന് നാടുകടത്തലുമാണ് ശിക്ഷ. ഒരു ട്രക്കിന് 30 ദിനാർ എന്ന നിരക്കിൽ സർക്കാർ വക വസ്തുക്കൾ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. പ്രതികൾ കുറ്റം സമ്മതിച്ചതോടെ മുൻ കോടതികൾ വിധിച്ച ശിക്ഷാ നടപടികളിൽ മാറ്റമില്ലെന്ന് കസേഷൻ കോടതി ഉത്തരവിട്ടു. ഹമ്മദ് ടൗണിലെ വീട്ടിൽ നിന്ന് 2 ലക്ഷം ബഹ്റിൻ ദിനാർ വിലമതിക്കുന്ന പുരാവസ്തുക്കൾ കവർന്ന സംഘത്തെ പോലീസ് പിടികൂടി. സംഭവത്തിൽ 2 പേരെയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തത്. ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് റെയ്ഡിലൂടെ മോഷ്ടിച്ച വസ്തുക്കൾ പൂർണ്ണമായും വീണ്ടെടുത്തു. പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. സർക്കാർ വാഹനങ്ങളുടെ ഇന്ധന കാർഡുകൾ ഉപയോഗിച്ച് 7280 ദീനാറിന്റെ ക്രമക്കേട് നടത്തിയ കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അപ്പീൽ നാളെ കോടതി പരിഗണിക്കും. 212 വാഹനങ്ങളുടെ ഇന്ധന കാർഡുകൾ ദുരുപയോഗം ചെയ്താണ് പ്രതിയും സംഘവും തട്ടിപ്പ് നടത്തിയത്. പതിവ് ഓഡിറ്റിംഗിലൂടെയാണ് പദവി ദുരുപയോഗം ചെയ്തുള്ള ഈ കൊള്ള പുറത്തായത്. കേസിൽ ഉൾപ്പെട്ട പെട്രോൾ പമ്പ് ജീവനക്കാർക്കടക്കം 11 പേർക്ക് നേരത്തെ വിവിധ കാലാവധികളിൽ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. തട്ടിയെടുത്ത തുകയ്ക്ക് തുല്യമായ പിഴയും ശിക്ഷ കഴിഞ്ഞാൽ പ്രതികളെ നാട് കടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. Lulu Money. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്
money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ഏഷ്യൻ വംശജയെ ജോലി വാഗ്ദാനം നൽകി ബഹ്റിനിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ 32-കാരിയുടെ 15 വർഷം തടവ് ശിക്ഷ ഹൈക്രിമിനൽ കോടതി ശരിവച്ചു. ശിക്ഷയ്ക്ക് ശേഷം പ്രതിയെ നാട് കടത്താനും കോടതി ഉത്തരവിട്ടു. 2019 നടന്ന സംഭവത്തിൽ ഭക്ഷണശാലയിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചെത്തിച്ച യുവതിയെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുകയും ഭീഷണിപ്പെടുത്തി വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയുമായിരുന്നു. നേരത്തെ പുറപ്പെടുവിപ്പിച്ച വിധിക്കെതിരെയുള്ള ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ശിക്ഷ സ്ഥിരീകരിച്ചത്. കേസിൽ കൂടുതൽ വാദങ്ങൾ കേൾക്കുന്നതിനായി നടപടികൾ ഏപ്രിൽ 13 മാറ്റി. കാർ അറ്റകുറ്റപ്പണിക്കായി നൽകിയ പണം തട്ടിയെടുത്ത കേസിൽ 40-കാരന് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പ്രമുഖ നടിയുടെ പക്കൽ നിന്നും വാങ്ങിയ 450 ബഹ്റിൻ ദിനാറിൽ ഭൂരിഭാഗവും സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുകയും വിശ്വാസവഞ്ചന കാട്ടുകയും ചെയ്തതിനാണ് തേർഡ് മൈനർ ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചത്. സമാനമായ മുൻ കുറ്റകൃത്യങ്ങളും പ്രതിയുടെ കുറ്റസമ്മതവും പരിഗണിച്ചാണ് കോടതി നടപടി. കേസുമായി ബന്ധപ്പെട്ട സിവിൽ ക്ലെയിം തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ ഹമ്മദ് ടൗണിന് സമീപം വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഹമ്മദ് ടൗണിൽ നിന്ന് മനാമയിലേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗതാഗത നിയന്ത്രണവും തുടർ നടപടികളും സ്വീകരിച്ചു. അപകട കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ബഹ്റിനിൽ ഇന്ന് ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയും ഇടവിട്ട മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാത്രിയിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാറ്റ് ചില സമയങ്ങളിൽ 25 നോട്ട്സ് വരെ വേഗത കൈവരിക്കാൻ സാധ്യതയുണ്ട്. കടലിൽ തിരമാലകൾ 6 അടി വരെ ഉയർന്നേക്കാം. ഇന്ന് പരമാവധി 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 21 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും താപനില. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവരും വാഹനമോടിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.